ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തരാൻ വൈകിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ആൾക്കാർ കുറച്ച് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷനും അപ്ഡേഷനും തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് ആമസോൺ എല്ലാവർക്കും അറിയുന്ന കാരണം ആമസോണിലും അതുപോലെ തന്നെ ഷോപ്പിഫൈയിലും ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ സെല്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ ക്വസ്റ്റൻ ഇത് എങ്ങനെയാണ് പോസ്റ്റ് വഴിയാണോ എങ്ങനെയാണിത് കൊറിയർ സെൻഡ് ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ COD എങ്ങനെ കൊടുക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷിപ്പ് റോക്കറ്റ് വഴിയാണ് ചെയ്യാറുള്ളത്. ആമസോൺ കൊറിയർ അതുപോലെ തന്നെ എക്സ്പ്രസ് അതുപോലെ തന്നെ ഡൽഹി ഇതൊക്കെ കൂടെ നമ്മൾ ചെയ്യാറുള്ളത് ഷിപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷിപ്പ് റോക്കറ്റ് വഴിയാണ് CODയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ട്രസ്റ്റിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയാൽ മാത്രമേ അവർ ക്യാഷ്യറുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അപ്പം COD ആണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും കുഴപ്പമില്ല, നമുക്ക് ഓർഡേഴ്സ് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ എന്തായാലും അവർക്ക് ഓർഡേഴ്സ് കൈമാറുന്നുണ്ടെങ്കിൽ എന്തായാലും ക്യാഷ് കിട്ടണം. എന്നാൽ മാത്രമേ ആമസോൺ ആയിക്കോട്ടെ ഡെലിവറിയൊക്കെ അവർ എന്തായാലും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊന്നും കൂടെ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഒന്നും കൂടെ ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് COD കൂടുതലായിട്ടും ചെയ്യാറുള്ളത് ഇപ്പോൾ. അപ്പോൾ COD ഇപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ അതുപോലെ തന്നെ എക്സ്പ്രസ് ഡെലിവറി ഇതൊക്കെ കൂടെ ചെയ്യുന്ന ഒരു കമ്പൈനായി വരുന്ന ഷിപ്പ് റോക്കറ്റാണ്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് കൺവീനിയൻ്റ് ആയി ചെയ്യുന്നത്. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് വഴി ചെയ്യുന്നില്ല എന്ന കാര്യം. ഇന്ത്യ പോസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചില സമയത്ത് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ വരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇന്ത്യ പോസ്റ്റിൽ ക്യൂ നിൽക്കാനും അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടൈം ഒരുപാട് പോകും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇതാകുമ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ആളുണ്ട്. അതിന് ഡെലിവറി സ്റ്റാഫ് വന്ന് ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും. ഇന്ത്യ പോസ്റ്റ് നെറ്റിന് ഒന്നാമത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരും, ഇടക്കും തലക്കൊക്കെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരും. പിന്നെ പക്ഷേ റേറ്റ് കുറവാണ്. ഇന്ത്യ പോസ്റ്റ് കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് കുറവാണ്. പക്ഷേ എന്ന് ഇഷ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാധനം അവിടെ കൊണ്ടുപോയി കൊടുക്കണം, അവിടുന്ന് കുറേ വെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്ലിപ്പും ലാബിലൊക്കെ ഒട്ടിച്ച് നമ്മൾ ഇവിടുന്ന് ആളെടുത്ത് കൊണ്ടുപോയിക്കോളും. നമുക്ക് ഒരു ടെൻഷനും ഹെഡേക്കും ഇല്ല. നമുക്ക് COD ആണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേ പ്രീപെയ്ഡ് ഓർഡർ ആണെങ്കിലും ഒക്കെ അവർ എല്ലാം പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പം ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് ഷിപ്പ് റോക്കറ്റിൽ ഉപയോഗിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും കൊമേഴ്സും അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. കാരണം ഇനി ലേറ്റ് ആക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഞാൻ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇതേമാതിരി DM ചെയ്യാറുണ്ട്. അവർക്ക് എന്നതായുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളിപ്പോൾ കൊമേഴ്സിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതാണ്. ഓക്കെ, ബൈ.